കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. നാളത്തെ പ്രമോ വിശേഷത്തില് ഉണ്ണിമോള് ആടയാഭരണങ്ങളൊക്കെ പണിയിക്കാനുള്ള ശില്പിയെ അന്വേഷിച്ച് പോകുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളും പിന്നീട് പോകുന്ന വഴിക്ക് കുറച്ച് സംഭവവാസങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ആ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെയാണെങ്കിലും ഉണ്ണിമോള് വല്ലാത്ത സങ്കടത്തിലായിരുന്നു. കാരണം രാമദാസൻ ഒരു കാരണവശാലും ആ കർണാടകത്തിൽ ആ ശില്പി കുടുംബത്തിൽപ്പെട്ട ആളല്ലെന്ന് തിരിച്ചറിയുമായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അയ്യപ്പസ്വാമിയുടെ ആടയാഭരണങ്ങൾ പണിയാനായിട്ടുള്ള സ്വർണം വാങ്ങാനായിട്ട് അയാൾക്ക് സാധിക്കാത്തത്. കാരണം സ്വർണം വാങ്ങാൻ കൈ നീട്ടി കഴിയുമ്പോഴത്തേനും അയാളുടെ കൈ വരച്ച് പുറകോട്ട് വലിക്കുന്ന പോലെ അയാൾക്ക് ഫീൽ ചെയ്യുന്നത്. അവസാനം അയാൾ പറഞ്ഞ വാക്കുകൾ കേട്ട് ഉണ്ണിമോക്ക് സങ്കടമായി. ഇനിയിപ്പം ഞാനല്ലാതെ വേറെ ആർക്കും ഈ ആടയാഭരണങ്ങൾ പണിയാൻ സാധിക്കില്ല എന്ന് അങ്ങനെ തുടങ്ങി കഴിയുമ്പോഴത്തേനും ഉണ്ണിമോള് സങ്കടപ്പെട്ട് പോയിരുന്ന കരയാ. ഈ സമയത്ത് ഊരായ്മക്കാർ പറഞ്ഞൊരു കാര്യം ചെയ്യുക, ഇനിയിപ്പോൾ അയാളെ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല, രാമദാസൻ തന്നെ പണിയിട്ടെന്ന് പറഞ്ഞു. പക്ഷെ തിരുമേനിക്ക് അതിന് സമ്മതമല്ല. തിരുമേനി പറഞ്ഞു ഒരു പക്ഷെ അത് അയ്യപ്പസ്വാമിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. ഉണ്ണിമോൾ ഒരു കാര്യം തീരുമാനിച്ചു, ഇപ്പം ആരൊക്കെ എതിർത്തെന്ന് പറഞ്ഞാലും താൻ പോകും. ഒരു പക്ഷേ ആ ശില്പി ജീവനോടെ ഉണ്ടെങ്കിൽ ശില്പി ആടയാഭരണങ്ങളൊക്കെ പണിയുമെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് തന്നെ പണിയിക്കും. ആ ഒരു ചിന്ത ഉണ്ണിമോളുടെ മനസ്സിലുണ്ടാണ്. ഉണ്ണിമോൾ അത് എല്ലാവരോടും പറഞ്ഞു. ഈ സമയത്ത് ജയൻ പറഞ്ഞു, ഞങ്ങൾ പോയി അന്വേഷിച്ചിട്ട് കണ്ടെത്താൻ പറ്റാത്ത കാര്യം ഉണ്ണിമോളെ നിന്നെ കൊണ്ട് സാധിക്കുമെന്ന് ചോദിക്കുകയാണ്. ഗിരിദേവൻ പറഞ്ഞു, ഞാനും ഉണ്ണിമോളുടെ കൂടെ പൊക്കോളാം. മുത്തശ്ശി പറഞ്ഞു, ഗിരിദേവനുണ്ട്, പിന്നെ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ജയ, പോകുന്ന കാര്യങ്ങളൊക്കെ വിജയത്തിലെത്തും. ഉറപ്പായിട്ടും ആ ശില്പിനെ കണ്ടെത്തും, ആടയാഭരണങ്ങൾ ഉണ്ടാക്കാനും സാധിക്കുമെന്ന് പറയണം. എന്നാലും ഇവര് രണ്ടുപേരും തന്നെ എങ്ങനെ പോണേ, ഈ പിള്ളേരെ തന്നെ വിടാൻ പറ്റുന്ന കാര്യമാണെന്ന് ചോദിക്കുകയാണ്. ദേവികൻ പറഞ്ഞു, ഗിരിദേവന്റെ കൂടെ അല്ലേ, ഗിരിദേവന്റെ കൂടെ എങ്ങോട്ട് വിട്ടാലും ഒരു കുഴപ്പമില്ല, ഉണ്ണിമോൾക്ക് ഒരാപത്ത് സംഭവിക്കില്ല. ഇതിനു മുമ്പ് എത്രയോ അനുഭവങ്ങളുണ്ട്. ഉണ്ണിമോള് തന്നെയല്ലേ ശബരിമലയ്ക്ക് പോയത്, ഉണ്ണിമോളും താരമോളും. എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? ഒരപകടം കൂടാതെ അവർ തിരിച്ചെത്തിയില്ലേ. കഴിഞ്ഞ പ്രാവശ്യം തന്നെ തമ്പുരാനെ രക്ഷിക്കാൻ പോയ സമയത്ത് ഗിരിദേവനോടൊപ്പം ഉണ്ണിമോള് പോയത്. എന്നിട്ടോ തമ്പുരാന്റെ ജീവൻ രക്ഷിച്ചു. അതുകൊണ്ട് ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഉണ്ണിമോൾക്ക് ഒരാപത്ത് സംഭവിക്കില്ല എന്ന് പറയണം. ഉണ്ണിമോളും പറഞ്ഞു, എനിക്ക് ഗിരിദേവന്റെ വിശ്വാസമാണ്, എനിക്ക് ഗിരിദേവന്റെ കൂടെ പോയ ഒരാപത്ത് സംഭവിക്കില്ലെന്ന് പറയണം. അങ്ങനെ തിരുമേനി പറഞ്ഞു, അന്നൊരു കാര്യം ചെയ്യും, പോയിട്ട് വാ, പോയ കാര്യങ്ങളൊക്കെ സാധിക്കട്ടെ. തിരുമേനി അനുഗ്രഹിച്ചു വിടുന്നുണ്ട്. ഈ സമയം ഗിരിദേവൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും ഉണ്ണിമോളെ, ആ അയ്യപ്പസ്വാമിയുടെ വിഗ്രഹത്തെ ഉണ്ണിമോള് തൻ്റെ മനസ്സിലുള്ള ആ ഒരു ഡിസൈൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു രാമനാഥനോട്. അപ്പം രാമനാഥനോട് വരച്ചിട്ടുണ്ടായിരുന്നു ഒരു ഡിസൈനിങ് ആയിട്ട്. അതും കൂടെ ആ പേപ്പറോട് മേടിച്ചോ കയ്യിൽ. അത് മാത്രമല്ല പണിയാനുള്ള ആ സ്വർണം ഉണ്ടല്ലോ, ആ സ്വർണ്ണക്കെട്ടുകൾ അതും വാങ്ങിച്ചോളാൻ പറയാണ്. ജയൻ ചോദിച്ചു, അല്ല ഈ ഉണ്ണിമോടെ കയ്യിൽ ഇത്ര സ്വർണം കൊടുത്തു വിട്ടുണ്ടെങ്കിൽ വല്ല കള്ളന്മാരും. ഗിരിദേവൻ പറഞ്ഞു, ഞാനല്ലേ കൂടെയുള്ള, ഒന്നുകൊണ്ടും പേടിക്കണ്ട ഉണ്ണിമോളുടെ ചെറിയച്ച, ഒരാപത്ത് സംഭവിക്കില്ല ഉണ്ണിമോൾക്കെന്ന് പറയാണ്. പിന്നീട് തിരുമേനി എന്ത് ചെയ്യുകയാണ്, തൻ്റെ കൈ കിഴിക്കുന്ന സ്വർണ്ണക്കെട്ടുകളെല്ലാം ഉണ്ണിമോൾക്ക് കൊടുക്കണം. ഉണ്ണിമോൾ എന്ത് ചെയ്യും, അതൊരു ചെറിയ ബാഗിനകത്ത് ആക്കി അതും അതോടൊപ്പം തന്നെ ആ ഡിസൈൻ വരച്ചതും കൈ പിടിച്ചുകൊണ്ട് പോവാണ്. ഈ സമയത്താണ് ഒരു ലംബുവും വരുന്നത്. ലംബുവിനെ കൂടെ കണ്ടപ്പോൾ ഉണ്ണിമോൾക്ക് സന്തോഷമായി. കൂട്ടായല്ലോ, ഒരാളും കൂടെ കൂട്ടായല്ലോ എന്ന് പറയണം. ഉണ്ണിമോൾ ചോദിച്ചു, നമ്മൾ എങ്ങനെ പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? അതോ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു കാറ് വിളിച്ച് പോവാം, എവിടെയാ എന്താണെന്നൊന്നും അറിയത്തില്ല, അയാളിപ്പോൾ താമസിക്കുന്നത്. ഒരു പക്ഷെ ആർക്കെങ്കിലും അയാളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയായിരിക്കും, എന്തെങ്കിലും ഇവിടുന്ന് ഒരു സൂചന കിട്ടാതിരിക്കില്ലെന്ന് പറയണം. അങ്ങനെ ഉണ്ണിമോൾ എന്ത് ചെയ്യുവാണ്, അയാളുണ്ടെന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് പോകാനായിട്ട് പോവാണ്. ഇപ്പം ഗിരിദേവനും ലംബവും കൂട്ടായിട്ടുണ്ട്. പക്ഷെ പോകുന്ന വഴിക്കൊക്കെ ഉണ്ണിമോൾക്ക് വല്ലാത്ത ടെൻഷനായിരുന്നു. ചെറിയച്ചന്മാരൊന്നും പോയിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പം തന്നെ കൊണ്ട് പറ്റുമോ? പക്ഷെ അതില്ല, തിരിച്ചു വരാൻ പറ്റില്ല. വന്നിട്ടുണ്ടെങ്കിൽ ഉത്സവം നടക്കില്ല, അയ്യപ്പസ്വാമിക്ക് ആടയാഭരണങ്ങൾ കൊടുക്കാൻ പറ്റില്ല. ഇത്ര കഷ്ടപ്പെട്ട് സ്വർണ്ണമൊക്കെ കിട്ടിയിട്ടും അത് ആടയാഭരണങ്ങളാക്കി അയ്യപ്പസ്വാമിക്ക് കാഴ്ചവെക്കാൻ പറ്റിയില്ലെങ്കിൽ തൻ്റെ മനസ്സിൽ ആഗ്രഹം ഒരിക്കലും നടക്കില്ല. അതൊക്കെ ഓർത്ത് ഉണ്ണിമോടെ കണ്ണ് നിറഞ്ഞു വന്നു. ഗിരിദേവൻ പറഞ്ഞു, ഉണ്ണിമോൾ എന്തിനാ സങ്കടപ്പെടുന്നേ? സങ്കടപ്പെടുമൊന്നും വേണ്ടാന്ന് പറയാണ്. അങ്ങനെ കുറേ ദൂരം അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വണ്ടി നിർത്തി ഗിരിദേവൻ പറഞ്ഞു, നമുക്ക് ഇവിടെ ഒന്ന് ഒക്കെ അന്വേഷിക്കാന്ന് പറയണം. അങ്ങനെ ഉണ്ണിമോളും ഗിരിദേവനും ലംബുവും കൂടി അങ്ങോട്ട് ഇറങ്ങുവാണ്. അപ്പോൾ ഉണ്ണിമോള് ചോദിച്ചു, അല്ല എനിക്കൊരു സംശയം ഗിരിദേവ. അതെന്താ സംശയം? അല്ല ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ ഉത്സവം നടത്താനായിട്ട് പണം കൊണ്ട് കൊടുത്തു അയ്യപ്പസ്വാമി. അതോടൊപ്പം തന്നെ അയ്യപ്പസ്വാമിക്കുള്ള ആടയാഭരണങ്ങളൊക്കെ ഉള്ള സ്വർണ്ണം അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം കൊണ്ടാണ് വന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ അയ്യപ്പസ്വാമിക്ക് അത് പണിയാനുള്ള ആളെയും കൂടെ ഒന്ന് കാണിച്ചു തന്നാൽ എന്തോ കുഴപ്പം, അതിനുള്ള ശില്പീനെയും കൂടെ. നമ്മൾ എത്ര സമയം ഇങ്ങനെ അന്വേഷിച്ച് പോകുന്നത്, ഇതുവരെയായിട്ടും അതിനെക്കുറിച്ചൊരു തുമ്പും കിട്ടിയില്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. ഗിരിദേവൻ പറഞ്ഞു, അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് കാര്യം സാധിക്കാൻ പറ്റില്ല, നമ്മൾ എല്ലാത്തിനും ഇച്ചിരി കഷ്ടപ്പെടണം. ശില്പിനെ കണ്ടുപിടിക്കാനാണെങ്കിലും ഉണ്ണിമോൾ ധൈര്യമായിട്ടിരിക്കുക. ഇത്രയൊക്കെ അയ്യപ്പ ഭഗവാന് ഉണ്ണിമോൾക്ക് തന്നില്ലേ, അപ്പം ഇനി ബാക്കി ശില്പിയുടെ കാര്യത്തിൽ അയ്യപ്പ ഭഗവാൻ എന്തെങ്കിലും മനസ്സ് തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും. ഉണ്ണിമോൾ നന്നായിട്ട് പ്രാർത്ഥിച്ചോ, അയ്യപ്പ ഭഗവാൻ കൈവിടലെന്ന് പറയണം. അതെ, ഉണ്ണിമോൾ ഇപ്പം ഈ ചോദിച്ച ചോദ്യമുണ്ടോ അതിനകത്ത് തന്നെ ഉണ്ണിമോൾക്കുള്ള ഉത്തരവുണ്ട്. അവസാനം ഉണ്ണിമോൾക്ക് അതിനുള്ള ഉത്തരം കിട്ടുമെന്ന് പറയണം.
ഒരു കാര്യം ചെയ്യാം, ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും കാണുമെന്ന് നമുക്ക് ചോദിക്കാന്ന് പറയാണ്. ഈ സമയത്ത് രണ്ട് പുരുഷന്മാർ, യുവാക്കള്, വലിയ വലിയ പിള്ളേരൊന്നും അല്ല, എന്നാലും ഒരു 10-20 വയസ്സൊക്കെ ഉണ്ട്. അവരെ കണ്ടിട്ടുണ്ടെങ്കിൽ അവന്മാരെന്ത് ചെയ്യണം, ഒരു വാഴത്തോട്ടത്തിലേക്ക് കയറുവാണ്. വാഴത്തോട്ടത്തിൽ കയറിയിട്ട് അവിടെ പഴുത്ത വാഴക്കുല നിൽക്കുന്നുണ്ടായിരുന്നു. 2 വെട്ടി. എന്നിട്ട് 2 പേരും കൂടെ ഓരോന്ന് ചുമന്നിട്ടും കൂടി വരുവാണ്. അപ്പൊ അതവിടെ കയറി മോഷ്ടിച്ചോണ്ട് പോകുന്ന പോക്കാത്, ആരോടും ചോദിക്കാതെ അങ്ങനെ മോഷ്ടിച്ചോണ്ട് ഇറങ്ങിയിട്ട് അവന്മാരെന്ത് ചെയ്യണം, കുറെ കൂട്ടുകാരും ഒത്ത് അപ്പുറത്ത് മാറിയിരുന്ന് അത് കഴിച്ചോണ്ടിരിക്കുക. ഈ സമയത്താ ഉണ്ണിമോള അതിലൂടെ വരുന്നേ. അപ്പൊ ഗിരിദേവൻ പറഞ്ഞു, ഞാൻ ഇവിടെ നിൽക്കാം, ഉണ്ണിമോൾ അതിലൂടെ പോയി ചോദിച്ചിട്ട് വരാൻ പറഞ്ഞു. ഉണ്ണിമോൾ പറഞ്ഞു, ഞാൻ ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് ഉണ്ണിമോൾ എന്ത് ചെയ്യണം, അവിടെ കണ്ടൊരു വഴിയിൽ കൂടെ അങ്ങോട്ട് ചെല്ലുവാണ്. ഈ സമയത്താണ് അവരെല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന വാഴപ്പഴമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതുണ്ട്. പെട്ടെന്ന് ഉണ്ണിമോൾ എന്ത് ചെയ്യുക, ഉണ്ണിമോൾ അങ്ങോട്ട് നിന്നിട്ടിച്ചു, ചേട്ടാ അതെ ഞാനൊരു കാര്യം ചോദിക്കാൻ വന്നാന്ന് പറയാം. അല്ല എന്താ എന്താ കുട്ടീന്ന് ചോദിക്കണേ. അല്ല ഇവിടെ ഒരു ശില്പങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ശില്പി ഉണ്ടോ, ഈ കർണാടകത്തിൽ നിന്ന് വന്നൊരു ശില്പി. അല്ല എന്താ എന്താ പ്രശ്നം, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കണം. അതെ ഞങ്ങളുടെ ക്ഷേത്രത്തിലെ അയ്യപ്പസ്വാമിക്ക് ആടയാഭരണങ്ങളൊക്കെ പണിയണം. അപ്പൊ അത് ആ കർണാടകത്തിൽ നിന്ന് വന്ന ശില്പിക്ക് മാത്രമേ പണിയാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ടാ അപ്പൊ അയാളെ അന്വേഷിച്ച് ഞങ്ങൾ വന്നതെന്ന് പറയാണ്. പെട്ടെന്ന് അവന്മാർ പരസ്പരം നോക്കിയിട്ട് പറഞ്ഞു, ഇല്ലല്ലോ, അങ്ങനെ ഒരാളെ കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയാണ്. അപ്പൊ ഉണ്ണിമോൾക്ക് ആ പാടെ സങ്കടമായി. അപ്പൊ ചോദിച്ചു, അല്ല ഈ കയ്യിൽ എന്താന്ന് ചോദിക്കണം. ഇത് ആ അയ്യപ്പസ്വാമിക്ക് ആടയാഭരണങ്ങൾ പണിയാനുള്ള സ്വർണ്ണോ മറ്റേതോ അതിന്റെ ഡിസൈനിങ് ആന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞത് അവിടെ ഇരിക്കുന്ന ഒരാളുടെ കണ്ണ് പെട്ടെന്ന് അങ്ങോട്ട് തിളങ്ങി. കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്, സ്വർണം അടിച്ചു മാറ്റാൻ പറ്റിയ സമയം തന്നെ. ശരി. പെട്ടെന്ന് ഉണ്ണിമോളോട് പറഞ്ഞു, അതെ എനിക്കറിയാന്ന് പറഞ്ഞ അയാളുടെ വീട് എവിടെയെന്ന്. ചേട്ടൻ അറിയാവോ, ചേട്ടനൊന്ന് പറഞ്ഞു തരാമെന്ന് ചോദിക്കണേ. പറഞ്ഞു തരുന്നതാണ്, ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞേ, ഞാൻ കൂടെ വരാന്ന് പറഞ്ഞേ. അപ്പൊ കൂടെ ഉള്ളവന്മാര് ചോദിച്ചു, ചേട്ടാ നിനക്കതിനെ അറിയാവോ, അവിടെ നിൽക്കേ, ഞാൻ ഇപ്പൊ തന്നെ വരാന്ന് പറഞ്ഞിട്ട് അവന്മാരെ അവിടെ ഇരുത്തിയിട്ട് ഉണ്ണിമോളുടെ പുറകോട്ട് പോകും, ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞു. അങ്ങനെ കുറെ ദൂരം കൂടി ഇതിപ്പോൾ ആളില്ലാത്തൊരു സ്ഥലത്ത് എത്തിയപ്പോഴത്തേനും എന്ത് ചെയ്യണം, ഉണ്ണിമോളുടെ കയ്യിൽ നിന്ന് ആ ബാഗ് തട്ടിപ്പറിക്കാണ്ട് ശ്രമിക്കുകയാണ്. കണ്ടത് ഉണ്ണിമോൾ എന്ത് ചെയ്യണം, ഓടുവാണ്. തട്ടിപ്പറിക്കാൻ പുറകെ വന്നപ്പോഴത്തേനും ഉണ്ണിമോൾക്ക് മനസ്സിലായി അപകടമാണ്, ഇയാൾ തന്റെ ബാഗ് തട്ടിപ്പറിക്കാൻ ഓടി വരുന്നതാണ്. അങ്ങനെ ഉണ്ണിമോളുടെ അറർച്ച കേട്ടോണ്ട് എന്ത് ചെയ്യണം, അവിടെയുള്ള ആൾക്കാരൊക്കെ ഓടിക്കൂടുകയാണ്. അങ്ങനെ എന്ത് ചെയ്യണം, ആ ചെറുപ്പക്കാരനെ പിടിച്ചവിടെ കെട്ടിയിടുവാണ്. ഈ സമയത്ത് ഗിരിദേവനും ലംബുവും കൂടി വരുന്നത്. ഗിരിദേവൻ ലംബുവൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആ ചെറുപ്പക്കാരനെ നാട്ടുകാരെല്ലാം കൂടെ പിടിച്ച് കെട്ടിയിട്ടേക്കുവാണ്. അടുത്ത് ഉണ്ണിമോളും നിൽക്കുന്നുണ്ട്. അപ്പൊ ഉണ്ണിമോളുടെ കയ്യിൽ നിന്ന് അതൊക്കെ മോഷ്ടിക്കാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഗിരിദേവനും മനസ്സിലായി. അപ്പൊ ഉണ്ണിമോൾ എന്ത് ചെയ്താ, പെട്ടെന്ന് ഗിരിദേവനെ കണ്ട് ഓടി ചെന്നിട്ട് പറഞ്ഞു, ഗിരിദേവ എന്റെ കയ്യിലിരിക്കുന്ന ഈ സ്വർണ്ണം ഉണ്ടല്ലോ, ഈ തട്ടിയെടുക്കാനായിട്ട് ഈ ചേട്ടൻ ശ്രമിച്ചു, ഞാൻ കിടന്ന് അലറി കരയുന്നതായിട്ട് പിള്ളേരെല്ലാം ഓടി വന്നാന്ന് പറയണേ. ഗിരിദേവൻ പറഞ്ഞു, ഉണ്ണിമോള് പേടിച്ചു പോയെന്ന്, എനിക്ക് നല്ല പേടിയായെന്ന് പറയണേ. ആ കർണാടകത്തിലുള്ള ശില്പിനെ കാണിച്ചു തരാമെന്നും പറഞ്ഞോണ്ടാ എന്നെ കൂട്ടിക്കൊണ്ട് വന്നേന്ന് പറയണം. ഉണ്ണിമോള് പേടിക്കണ്ടെന്ന് പറയാണ്. പിന്നീട് നേരെ ഗിരിദേവന് അയാളുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. അപ്പൊ ഗിരിദേവൻ ചെല്ലുന്നത് കണ്ടുകൊണ്ട് ഗിരിദേവനെ തന്നെ അവൻ നോക്കണം, അവനെ പിടിച്ച് കെട്ടിയിട്ടേക്കുവാ ഒരു മരത്തേല്. അപ്പം ഇനി എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. ഇനി അവനെ അഴിച്ചു വിടുവോ, അതോ ഇനിയിപ്പോൾ അവനാണോ ഇനിയിപ്പോൾ ആ കർണാടകത്തിലെ ശില്പി കുടുംബത്തിലുള്ള ആരെങ്കിലും അംഗമാണെന്ന് പറയാനും പറ്റില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ വരുന്നുള്ളൂ. അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. നാളെ രാവിലെ തന്നെ ഇതിന്റെ ഫുൾ വിശേഷമായിട്ട് വരും കേട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.